ജനങ്ങൾ അവരുടെ ജോലികൾ സന്തോഷത്തോടെയാണോ ചെയ്യുന്നത് എന്നറിയാൻ രാജാവിന് ആഗ്രഹമുണ്ടായി. ഒരു ദിവസം രാജാവ് വേഷപ്രച്ഛന്നനായി നാട്ടിലേക്ക് ഇറങ്ങി. രാജാവ് ആദ്യം കണ്ടത് ഒരു മരം വെട്ടുകാരനെയായിരുന്നു. അയാളോട് രാജാവ് ചോദിച്ചു, താങ്കൾ ഈ ജോലിയിൽ സന്തോഷവാനാണോ? മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ സന്തോഷവാനല്ല. പാരമ്പര്യം കൊണ്ട് ചെയ്തു വരുന്നത് കൊണ്ട് ഞാനും ഈ ജോലി സ്വീകരിച്ചു എന്ന് മാത്രം. അടുത്തത് രാജാവ് കണ്ടത് ഒരു അലക്കുകാരനായിരുന്നു. അയാളോടും രാജാവ് ചോദിച്ചു, താങ്കൾ ഈ ജോലിയിൽ സന്തോഷവാനാണോ? അയാൾ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഈ ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ രാജാവ് കൃഷിക്കാരെ കണ്ടു, കച്ചവടക്കാരെ കണ്ടു. എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു മറുപടി. രാജാവ് തിരികെ വരുമ്പോൾ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു. ആ വീട്ടിലേക്ക് കയറിയ രാജാവ് കണ്ടത് ഒരു വയോധികൻ വിളക്കിന് മുന്നിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. വയോധികനോട് രാജാവ് ചോദ്യം ആവർത്തിച്ചു. വയോധികൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിതിൽ സന്തോഷവാനാണ്, എനിക്കിത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. രാജാവ് അവിടെ ഒരു സ്കൂൾ നിർമ്മിക്കുവാൻ ഉത്തരവിട്ടു. രണ്ട് രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് തലച്ചോറ് കൊണ്ടും ഒന്ന് ഹൃദയം കൊണ്ടും. തലച്ചോറ് കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് അതിജീവനവും ആഹാരവും മാത്രം മതി. അവർ കിട്ടുന്ന കൂലിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നു. കൂലിക്കനുസരിച്ചായിരിക്കും അവരുടെ ജോലി. അതിലൊരു സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടാകില്ല. നിർബന്ധിക്കപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നിവർത്തികേട് കൊണ്ട് ജോലി ചെയ്യുന്നവരുമുണ്ട്. നിർബന്ധിക്കപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അതിനോട് താല്പര്യമോ അഭിരുചിയോ ഉണ്ടാവണമെന്നില്ല. നിവർത്തികേട് കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് അത് ഏറ്റെടുക്കുക അല്ലാതെ വേറെ വഴിയില്ല. അവർക്ക് തങ്ങളുടെ കഴിവുകളെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു ധാരണയും ഉണ്ടാവില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഹൃദയം കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ടാവും. ഇഷ്ടത്തോടെ ജോലി ചെയ്യാം, അല്ലേ?